ഹലോ എവ്രി വൺ, പ്രിപ്പറേഷൻ നന്നായി പോകുന്നു വിചാരിക്കുന്നു. നമ്മൾ കീമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യായിരുന്നു 2019 പേപ്പറിൽ. എനിക്ക് തോന്നുന്നു 26 നമ്മൾ അവസാനം നിർത്തിയത്. 26 The solution of the differential equation 5y dx is equal to 2x dy passing through the point 1, 1 is 5y dx is equal to 2x dy. എത്രയാണ്? 26. y dx is equal to 2x dy. നോക്കിയത് കണ്ടപ്പോഴേ മനസ്സിലായി. ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ കാണുമ്പോൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വേരിയബിൾ സെപ്പറബിൾ ആണ്. വേരിയബിൾ സെപ്പറബിൾ ആണ് ഏറ്റവും എളുപ്പമുള്ള ഫോം. വേരിയബിൾ സെപ്പറബിൾ എന്ത് ഫോം ആയിരിക്കും? എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും ജി ഓഫ് വൈ ഡി വൈ. എക്സുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഡി എക്സ് ഉണ്ടാവാൻ പറ്റും. അതുപോലെ വൈകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഡി വൈ. ഇത് സോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യണം വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും dx divided by x is equal to 2/5 times dy divided by y. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ആൻസർ കിട്ടുന്നത്? log mod x is equal to 2/5 log mod y plus c. log mod x is equal to 2/5 log mod y plus c. ഇനി ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വേറെ തന്നിട്ടുണ്ടോ നോക്കുക. പാസസ് ത്രൂ ദ പോയിന്റ് 1, 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1, 1. അപ്പോൾ 1, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ log 0 is equal to 0 plus c. അപ്പോൾ c എന്താണ്? 0 ആണ്. സോ ദ സൊല്യൂഷൻ ഇസ് 2 log mod x is equal to 5 log mod x is equal to 2 log mod y. 5 log mod x is equal to 2 log mod y. 5 log mod x is equal to മോഡൊന്നുമില്ല, കീമിന് എന്ത് മോഡ് അല്ലേ? ഓക്കെ, തൽക്കാലം ഇതാണ് ആൻസർ എന്ന് പറയാം. ഓക്കെ, ബോക്സ് ഇസ് ദി ആൻസർ. ബോക്സ് ഇസ് ദി ആൻസർ. ശരി, 27ാമത്തെ ക്വസ്റ്റ്യൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. The area of the region bound by the curves y is equal to modulus of x minus 2 and x is equal to 1, x is equal to 3, y is equal to x. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. The area of the region bounded by the curves y is equal to mod x minus 2, x is equal to 3, x is equal to 1, x is equal to 3 and y is equal to 0. ഓക്കെ, അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം? പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യാം. ഏതൊക്കെയാണ്? y is equal to mod x minus 2, y is equal to mod x minus 2, y is equal to mod x minus 2, പിന്നെ x is equal to 1, x is equal to 3, x is equal to 1, x is equal to 3, y is equal to 0. y is equal to mod x minus 2 വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. എന്താ സംഭവം? x is equal to 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. mod xൻ്റെ ഗ്രാഫ് x is equal to 2ലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. x is equal to 1 ഇതാ ഇവിടെയാണ്.
എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയാണ്. ഇനി y ഇസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2-ൽ എക്സ് ഇസ് ഈക്വൽ ടു 2-ൻ്റെ ലെഫ്റ്റ് സൈഡിൽ മോഡ് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞ സംഭവം മറക്കരുത്. ദിസ് ഈസ് ഗോയിങ് ടു ബി എക്സ് മൈനസ് 2 വെൻ എക്സ് മൈനസ് 2 ഇസ് പോസിറ്റീവ്. എക്സ് മൈനസ് 2 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ദിസ് ഈസ് ഗോയിങ് ടു ബി 2 മൈനസ് എക്സ് വെൻ എക്സ് ഇസ് ലെസ് ദാൻ 2. So this is y is equal to x minus 2. This is y is equal to 2 minus x. This is x is equal to 1. This is x is equal to 3. ഈ a എന്ന് പറഞ്ഞ പോയിന്റ് ഏതായിരിക്കും? എക്സിന് 1 കൊടുക്കുമ്പോൾ y വാല്യൂ 1. b എന്ന് പറഞ്ഞ പോയിന്റ് ഏതായിരിക്കും? എക്സിന് 3 കൊടുക്കുമ്പോൾ y വാല്യൂ 1. y is equal to 0 എന്ന് പറഞ്ഞത് ഈ x ആക്സിസ് ആണ്. അപ്പോൾ ബേസിക്കലി ഈ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇതും 1 ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഇൻ്റഗ്രേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഹാഫ് ഇൻറ്റു ലെങ്ത്ത് 2 മൈനസ് 1, ഹൈറ്റ് 1 പ്ലസ് ഹാഫ് ഇൻറ്റു ലെങ്ത് എത്രയാണ്? 3 മൈനസ് 2. ഹൈറ്റ് എത്രയാണ്? 1. സോ ഹാഫ് പ്ലസ് ഹാഫ്, ദി ആൻസർ ഇസ് 1. 1 ആണ് ആൻസർ. 1 ആണ് ആൻസർ. ശ്രദ്ധിക്കണേ, കീമായതുകൊണ്ട് ഇത്രയൊന്നും കുത്തിക്കുറിക്കാനൊന്നും നേരം കിട്ടില്ല. അപ്പോൾ ഇത്തിരി കൂടി ഫാസ്റ്റായിട്ട് ചിന്തിക്കണം. ഫാസ്റ്റായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഈവൻ ആൻസർ എലിഫൻ്റ് ആണ്. ഈവൻ ചെയ്യാട് പോലും ആൻസർ കിട്ടണം. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിയേ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യം y ഇസ് ഈക്വൽ ടു മോഡ് എക്സ് മൈനസ് 2 തന്നിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 1 തന്നിട്ടുണ്ട്, എക്സ് ഇസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്, y ഇസ് ഈക്വൽ ടു 0 തന്നിട്ടുണ്ട്. മോഡ് എക്സ് മൈനസ് 2-നെ പെട്ടെന്ന് ക്യാപിറ്റൽ എക്സ് എന്ന് വിളിച്ചാൽ ഈ സംഭവം y ഈക്വൽ ടു മോഡ് എക്സ് ആയി. ഇപ്പോൾ ക്വിക്ക്ലി ഇതാ ഇങ്ങനെ മാറി, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു ഞാൻ. ക്യാപിറ്റൽ എക്സ്, സോറി, ക്യാപിറ്റൽ എക്സ് സ്മോൾ y. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സാധനം എന്തായി? ഇതാ ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു -1 ആയി. ഇതെന്തായി? ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 1 ആയി. അപ്പോൾ പെട്ടെന്ന് അതിനേക്കാളും നേരത്തേക്കാളും എളുപ്പത്തിൽ ഇതിൽ ആൻസർ കണ്ടുപിടിക്കാം. സിമെട്രി ആണ് അബൌട്ട് വൈ ആക്സിസ്. അപ്പോൾ പെട്ടെന്ന് നേരത്തേക്കാളും ആൻസർ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. 2 ടൈംസ് ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1. 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഹാഫ് ഇൻറ്റു ഇത് 1 ആണ്, ഇത് 1 ആണ്. ആൻസർ 1 കിട്ടും. കുഴപ്പമില്ലല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. If in a frequency distribution the mean and median are 21, 22, then its mode is. ഇത് സിലബസിലുള്ള ക്വസ്റ്റ്യൻ അല്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പണ്ടൊക്കെ ചോദിച്ചിരുന്നു. സിലബസ് മാറിയ കാര്യമൊന്നും ഈ കീമുകാർ അറിഞ്ഞിട്ടില്ല. ബേസിക്കലി പണ്ട് ചോദിച്ചിരുന്നു. ബേസിക്കലി ഇത് മീന് മീഡിയൻ മോഡൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു എംപിരിക്കൽ റിലേഷൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. ആ എംപിരിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ചില ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷന് മാത്രമേ ബാധകമുള്ളൂ. അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ചുമ്മാ ഏതോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മീന് മീഡിയൻ ഒക്കെ തന്നിട്ട് മോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദ പ്ലെയിൻ ആൻസർ ഇസ് യു കാൺ ഫൈൻഡ്. ഓക്കെ, ചില സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷന് ഇത് തമ്മിലുള്ള ഒരു എംപിരിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻ ഉപയോഗിച്ച് ചെയ്യണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. ഇവരെ വിവരമില്ലായ്മ കൊണ്ട് ഇങ്ങനെയൊക്കെ എഴുതി പഠിപ്പിച്ചത് മാത്രം. നോക്കാം നമുക്ക്. അവർ തന്നിരിക്കുന്നത് മീന് തന്നിട്ടുണ്ട് 21, മീന് 21, മീഡിയൻ ഇസ് 22, മോഡാണ് ചോദിച്ചിരിക്കുന്നത്. മോഡ്. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ശ്രദ്ധിച്ചോ.
mean minus mode is equal to 3 times mean minus median. Mean minus mode is equal to 3 times mean minus median. Empirical relationship between mean, median and mode. ഇതെല്ലാ കേസിലും അല്ല, ചില ടൈപ്പ് ഡിസ്ട്രിബ്യൂഷനും മാത്രമേ ബാധകമുള്ളൂ. അതുകൊണ്ട് ഇത് പണ്ട് സിലബസിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ സിലബസിലൊന്നുള്ള കാര്യമല്ല. അഗൈൻ ഇത് ചോദിക്കാൻ പാടില്ല, സ്ട്രിക്ട്ലി ഇറ്റ്സ് ഔട്ട് ഓഫ് സിലബസ്. ഒന്ന് ചെയ്തിട്ട് ആൻസർ പറഞ്ഞേ വേഗം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ഒന്ന് പറഞ്ഞേ. എന്തായിരിക്കും? 21 മൈനസ് എം ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 21 മൈനസ് 22 മൈനസ് 3. എം ഇസ് ഈക്വൽ ടു 24. എം ഇസ് ഈക്വൽ ടു 24 ആൻസർ ഉണ്ടോ നോക്കാം നമുക്ക്. യെസ് 24. 29 ചെയ്യാം. For two data sets, each of size 5, the variances are given to be 4 and 5. The corresponding means are given to be 2 and 4. Then the variance of the combined data set is. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഈവൻ ജെയ്മെയിന് വേണമെങ്കിൽ പോലും ചോദിക്കാം ഇതേപോലത്തെ ക്വസ്റ്റ്യനൊക്കെ. കമ്പൈൻഡ് ഡേറ്റാ സെറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ജെയ്മെയിന് പോലും ചോദിക്കാൻ കാരണം അതിൽ ഇത്തിരി ചെയ്യാനുണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ് അത്. കിട്ടിയവരൊന്ന് ആൻസർ പറയൂ. കിട്ടിയവരുണ്ടെങ്കിൽ ആൻസർ ഒന്ന് ടൈപ്പ് ചെയ്യൂ.
അപ്പോൾ നോക്കി രണ്ട് ഡേറ്റ സെറ്റ്, വേരിയൻസ് 4 5, മീന് 2 4. ഓക്കെ, അപ്പോൾ എക്സുകളുടെ ഒരു കളക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. x1 x2 x3 x4 അങ്ങനത്തെ. വൈകളുടെ ഉണ്ടെന്ന് വിചാരിച്ചു. മ്യൂ എക്സ്, അതായത് അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറഞ്ഞ സാധനം. മ്യൂ അതുപോലെ സിഗ്മ സ്ക്വയർ. മ്യൂ എക്സ് എത്ര തന്നിരിക്കുന്ന മ്യൂകൾ എനിക്ക് തോന്നുന്നത് 2ഉം 4ഉം അല്ലേ. മ്യൂകൾ 2ഉം 4ഉം. മ്യൂ എക്സ് 2ഉം മ്യൂ വൈ 4ഉം. സിഗ്മ സ്ക്വയറുകളോ? സിഗ്മ സ്ക്വയറുകൾ 4ഉം 5ഉം. സിഗ്മ സ്ക്വയർ എക്സ് 5ഉം സിഗ്മ സ്ക്വയർ വൈ 5ഉം 4ഉം അല്ലേ. 4ഉം 5ഉം 4ഉം 5 എൻ എക്സ് ഈ കേസിൽ 5 ആണ്. എൻ വൈ എന്താണ്? ഈ കേസിൽ 5 ആണ്. ഇനി ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഡേറ്റ സെറ്റിൻ്റെ മീന് വേരിയൻസ് മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. മീന് വേരിയൻസ്. അപ്പം കമ്പൈൻഡ് ഡേറ്റ സെറ്റിൻ്റെ മീന് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. മീന് കണ്ടുപിടിക്കാം, അതിന് വിഷമമില്ല കേട്ടോ. അതിങ്ങനെ ആലോചിച്ചാൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് ഡേറ്റ ഉണ്ട്. N1 ഉണ്ട്. N1 ഒബ്സർവേഷൻസ് ഉണ്ട്. അതിൻ്റെ ആവറേജ് x1 ബാർ ആണ്. വേറൊരു സെറ്റ് N2 ഉണ്ട്. അതിൻ്റെ ആവറേജ് x2 ബാർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് എന്താണ്? കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആവറേജ് എങ്ങനെയായിരിക്കും? മൊത്തം സമ്മ് ബൈ N1 + N2. മൊത്തം സമ്മ് എങ്ങനെ വരുന്നത്? N1 × x1 ബാർ ചെയ്താൽ ഈ ഒബ്സർവേഷനുള്ള സമ്മ് കിട്ടും. N2 × x2 ബാർ ചെയ്താൽ ഈ ഒബ്സർവേഷണൽ സമ്മ് കിട്ടും. അപ്പോൾ N1 x1 ബാർ പ്ലസ് N2 x2 ബാർ ബൈ N1 + N2 ആണ് പുതിയ മീൻ, കമ്പൈൻഡ് സാധനത്തിൻ്റെ മീൻ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലായി. ഈ കേസിൽ എന്താണ്? 2 + 4 ബൈ, അതായത് 5 × 2 + 5 × 4 ബൈ 10. ബേസിക്കലി 2 × 4ൻ്റെ അരിത്തമാറ്റിക് മീൻ. ദി ആൻസർ ഇസ് 3. ഓക്കെ, ഇനി വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം. സിഗ്മ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞ സാധനം സിഗ്മ xi² ബൈ n മൈനസ് മ്യൂ എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് സിഗ്മ xi² കിട്ടും. സിഗ്മ xi² കണ്ടുപിടിക്കാൻ പോവാം. സിഗ്മ xi² കിട്ടാൻ ഇത് ഓർക്കണം കേട്ടോ. വേരിയൻസിൻ്റെ എക്സ്പ്രഷൻ 2 എക്സ്പ്രഷൻ ഉണ്ട്. ഒന്ന് ഇങ്ങനെയുണ്ട്, സിഗ്മ xi മൈനസ് മ്യൂ ദി ഹോൾ സ്ക്വയർ ബൈ n. ഓക്കെ, ഈ എക്സ്പ്രഷൻ എന്താ തരുന്നത്? xiയിൽ നിന്ന് മ്യൂ സബ്ട്രാക്ട് ചെയ്തു, അതായത് ഇറ്റ്സ് എ ഡീവിയേഷൻ ഫ്രം മീൻ. ആ ഡീവിയേഷനുകളുടെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ. അപ്പോൾ ഈ സാധനം മീൻ ഓഫ് ദ സ്ക്വയർസ് ഓഫ് ദ ഡീവിയേഷൻ. Mean of the squares of the deviation taken from the mean. Mean of the squares of the deviation taken from the mean. Mean of the squares of the deviation. Mean of the squares of the deviation taken from the mean. അല്ലാതെ വേറെ ഓൾട്ടർനേറ്റ് ഫോർമുല ഉണ്ട് ഇതിന്. സിഗ്മ സ്ക്വയറിന്
ആൾട്ടർനേറ്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് മ്യൂ സ്ക്വയർ. ഇതെന്താ? മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ. മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ. മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ. ഇത് ഓർത്ത് വയ്ക്കുക. മീൻ ഓഫ് ദ സ്ക്വയർസ് മൈനസ് സ്ക്വയർ ഓഫ് ദ മീൻ. അപ്പോൾ ഈ ഫോർമുലയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഫോർമുലയാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ സിഗ്മ എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം ഒന്ന് ശ്രദ്ധിച്ചോ. ഇത് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോൾ ഈ കേസിൽ എക്സിൻ്റെ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് 4 ആണ്. ഓക്കെ, 4 പ്ലസ് മ്യൂ എക്സ് എന്ന് പറഞ്ഞ സാധനം, മ്യൂ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 5 അഥവാ 40. ഇതേപോലെ സിഗ്മ വൈ സ്ക്വയർ എന്താണെന്ന് പെട്ടെന്ന് എഴുതാം. സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വേരിയൻസ് അവിടെ 5 ആണ്. 5 പ്ലസ് മീനിൻ്റെ സ്ക്വയർ. മീനിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ. 4 സ്ക്വയർ ഇൻറ്റു 5. So that is 16, 21, 105. 105. ഇനി സിഗ്മ എക്സ് ഐ സ്ക്വയറും സിഗ്മ വൈ സ്ക്വയറും കിട്ടി. ഇതെല്ലാം കൂടി മിക്സ് ആക്കാൻ പോവാ. ചാക്കിലിട്ട് അളക്കുമ്പോൾ എന്തായി? മൊത്തം സമ്മ് സിഗ്മ എക്സ് സ്ക്വയറുകൾ അതെന്താ വരാൻ പോണത്? 145. ഡയറക്റ്റ് ഫോർമുല എഴുതാം കേട്ടോ. സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് മ്യൂ സ്ക്വയർ. അപ്പോൾ ആൻസർ വരാൻ പോണത് 145 ബൈ എൻ എത്ര? 10 മൈനസ് പുതിയ മീൻ എത്രയാ? പുതിയ മീൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തപ്പോൾ 3 സ്ക്വയർ. അപ്പോൾ ആൻസറായി 14.5 മൈനസ് 9. 14.5 മൈനസ് 9 5.5. 5.5. നല്ല ക്വസ്റ്റ്യൻ ആണത്. ഒന്നുകൂടി ചെയ്ത് നോക്കാം. 5.5 ആൻസർ ഉണ്ട്. 11/2. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. മീൻ ഓഫ് ദ ഫസ്റ്റ് n odd natural numbers is n square by 81. n is equal to മീൻ ഓഫ് ദ ഫസ്റ്റ് n odd natural numbers is n square by 81. അതായത് 1, 3, 5 അങ്ങനെ n നമ്പേഴ്സ്. അതിൻ്റെ മീന് n square by 81. ആദ്യത്തെ n odd natural numbers സമ്മ n square ആണെന്നറിയാം. ബൈ നമ്പർ എത്ര? n. ഇതാണ് അതിൻ്റെ മീന്. ഇത് n square by 81 ആണെന്ന് പറയണു. അപ്പം n is equal to 81. ഇതാണ് ഇവരെ കുഴപ്പം. ഇത് 5 സെക്കൻഡ് എടുക്കുന്ന ക്വസ്റ്റ്യൻ, തൊട്ട് മുന്നത്തത് 5 മിനിറ്റ് എടുക്കും. കുഴപ്പമില്ലല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. മുപ്പത്തിയൊന്ന്. A bag contains 5 red balls and some blue balls. Probability of drawing blue ball is double that of red ball. The number of blue balls must be. ഇതെന്ത് ചെളു ക്വസ്റ്റ്യൻ. 5 ബ്ലൂ ബോൾസും 5 എത്ര റെഡ് ബോൾസ്. 5 റെഡ് ബോൾസ് ഉണ്ട്. ബി ബ്ലൂ ബോൾസ് ആണെന്ന് വിചാരിച്ചു. ഇനി അവർ പറയണത് probability of blue ball is probability of blue is 2 times probability of red. നോക്കിക്കണ്ട് തന്നെ പറയാം ആൻസർ എന്താണെന്നുള്ളത്. കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ എഴുതണം.
അപ്പോൾ ബി ബൈ 5 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 2 ടൈംസ് 5 ബൈ 5 പ്ലസ് ബി. ബി ഇസ് ഈക്വൽ ടു 10. ഡബിൾ പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഡബിൾ നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്. ഒബ്വിയസ് ആണ്, ഇൻറ്റ്യൂട്ടീവ്ലി ഒബ്വിയസ് ആയ ഒരു കാര്യമാണ്, പ്രശ്നമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. എ പെയർ ഓഫ് ഫയർ ഡൈസ് ആർ rolled together. Probability of getting a total of 8 is വേഗം ആൻസർ പറഞ്ഞേ. 8 കിട്ടാനുള്ള പ്രോബബിലിറ്റി. എന്തായിരിക്കും? 8 കിട്ടണമെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും പോസിബിലിറ്റീസ് ഉണ്ടാവുക? 2ൻ്റെ കൂടെ 6, അപ്പോൾ 6ൻ്റെ കൂടെ 2, പിന്നെ 3ൻ്റെ കൂടെ 5, 5ൻ്റെ കൂടെ 3, പിന്നെ 4. അപ്പോൾ എത്ര കേസ്? 5 കേസ്. 5 ഔട്ട് ഓഫ് 36. 5 ഔട്ട് ഓഫ് 36. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞു തോന്നുന്നു. Question വായിച്ചേ. In a chess tournament, assume that your probability of winning a game is 0.3 against level 1 players, 0.4 against level 2, and 0.5 against level 3. It is further assumed that among the players, 50% are level 1, 25% are level 2, and remaining are level 3. Suppose that you win the game. Then the probability that you had played with level 1 player is. ക്വസ്റ്റ്യൻ മനസ്സിലായി വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം മനസ്സിലാക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൽ ഡിവിഷൻ ഓഫ് സാമ്പിൾ സ്പേസ് എവിടെ സംഭവിക്കണമെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത്, ഇത് ടോട്ടൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണോ അതോ റിവേഴ്സ് പ്രോബബിലിറ്റി, അതായത് ബയസ് തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണോ എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ചെയ്ത ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ആൻസർ മാർക്ക് ചെയ്ത് വേഗം. ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ആൻസർ കിട്ടിയവരുണ്ടെങ്കിൽ ആൻസർ ഒന്ന് മാർക്ക് ചെയ്യൂ. അപ്പം നോക്കി, ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നോക്കി, സപ്പോസ് യു വിൻ ദ ഗെയിം, ദ പ്രോബബിലിറ്റി, നമ്മളൊരു കളി കളിച്ചു, എന്നിട്ട് യു വിൻ ദ ഗെയിം, ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് യു ഹാഡ് പ്ലേഡ് വിത്ത് ദ ലെവൽ 1 പ്ലെയർ. അപ്പം നമ്മളൊരാളായിട്ട് കളിക്കുമ്പോൾ അയാൾ ഒന്നെങ്കിൽ ലെവൽ 1 ആവാം, അല്ലെങ്കിൽ ലെവൽ 2 ആവാം, അല്ലെങ്കിൽ റിമൈനിങ് എന്താണ്, ലെവൽ 3. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്.
ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ലെവൽ 1 ഒരാൾ ഒരു പ്ലെയറെ ഒരു ഓപ്പണൻറ്റിനെ ചൂസ് ചെയ്താൽ ലെവൽ 1 ആവാനുള്ള പ്രോബബിലിറ്റി 0.5, ലെവൽ 2 ആവാനുള്ള പ്രോബബിലിറ്റി ഓഫ് ലെവൽ 1 എന്താണ് 0.5, ലെവൽ 2 ചൂസ് ചെയ്യാനുള്ള എത്ര പ്രോബബിലിറ്റി 0.25, ലെവൽ 3 എന്തായിരിക്കും അപ്പോൾ 0.25. കാരണം ഈ പ്ലെയേഴ്സൊക്കെ ഒന്നെങ്കിൽ ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 ആണ്. അപ്പോൾ ഇതാണ് ഡിവിഷൻ ഓഫ് സാമ്പിൾ സ്പേസ് നമ്മൾ പഠിച്ചത്. ഓക്കെ, മൊത്തം ഓപ്പണൻറ്റുകളെല്ലാം ഒന്നെങ്കിൽ ലെവൽ 1ലോ ലെവൽ 2ലോ ലെവൽ 3ലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പണൻറ്റ് എന്തായാലും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് എന്താ, ഒരാൾ രണ്ടിൽ പെട്ടതും ആയിരിക്കില്ല. ഓക്കെ, എക്സോസ്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പ്ലെയർ എന്തായാലും ഏതെങ്കിലും ഒന്നിൽ പെട്ടതായിരിക്കും, ഒന്നെങ്കിൽ ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 2 അല്ലെങ്കിൽ ലെവൽ 3 ആയിരിക്കും. ഡിവിഷൻ ഓഫ് സാമ്പിൾ സ്പേസ് ഇവിടെയാണ് സംഭവിക്കുന്നത്. ഇനി അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു പ്രോബബിലിറ്റി വിന്നിങ് ദ ഗെയിം 0.3 അഗെയിൻസ്റ്റ് ലെവൽ 1. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഗിവൺ ദാറ്റ് യു ആർ പ്ലേയിങ് വിത്ത് ലെവൽ 1 അത് എത്ര തന്നിരിക്കുന്നത് 0.3. Probability of winning against level 2, probability of winning given that you are playing against level 2 is 0.4. Probability of winning given that you are playing against level 3 is 0.5. അപ്പോൾ സപ്പോസ് ഒരു പ്ലെയറെ ചൂസ് ചെയ്തിട്ട് നിങ്ങൾ അയാളുടെ കൂടെ കളിച്ചാൽ വാട്ട് ഇസ് ദ ടോട്ടൽ പ്രോബബിലിറ്റി ദാറ്റ് യു വിൽ വിൻ? ടോട്ടൽ പ്രോബബിലിറ്റി ദാറ്റ് യു വിൽ വിൻ എങ്ങനെയായിരിക്കും? എന്താണ്, നമ്മൾ അയാൾ എന്താവാം, ലെവൽ 1 പ്ലെയർ ആവാം, എന്നിട്ട് എന്താണ് അയാളുടെ കൂടെ നമ്മൾ ജയിച്ചു. ഓർ അയാൾ ലെവൽ 2 പ്ലെയർ ആയേക്കാം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അയാളുടെ കൂടെ ജയിച്ചു. അയാൾ ലെവൽ 3 പ്ലെയർ ആയേക്കാം, ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അയാളുടെ കൂടെ ജയിച്ചു. അപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് അഗെയിൻസ്റ്റ് എ ചോസൺ ഓപ്പണൻറ്റ് എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ. So the answer is going to be 0.5 into 0.3 plus 0.25 into 0.4 plus 0.25 into 0.5. ഇതാണ് ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ്. പക്ഷെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതല്ല, റിവേഴ്സ് പ്രോബബിലിറ്റിയാണ്. നോക്ക്, സപ്പോസ് ദാറ്റ് യു വിൻ, ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് യു പ്ലേഡ് വിത്ത് ലെവൽ 1 പ്ലെയർ. അപ്പോൾ given that you win, what is the probability that you played against level 1? Played against level 1. അപ്പോൾ ഇത് റിവേഴ്സ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളുടെ വിന്നിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലെവൽ 1 ആയിട്ടുള്ള കളിക്കാരനും ഇതാണ്, ലെവൽ 2 ആയിട്ടുള്ള കളിക്കാരനും ഇതാണ്, ലെവൽ 3 കാരനും എന്താണ്, ഇതാണ്. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി എന്താണ്, given that you won, okay, what is the probability that you played with level 1? അപ്പോൾ എന്തായിരിക്കും, this component divided by total. ഇൻറ്റ്യൂട്ടീവ്ലി ഒബ്വിയസ് ആണ്. ഇതിനെയാണ് ബേയസ് തിയറം എന്ന് പറയുന്നത്. സോ ദിസ് നമ്പർ ബൈ ടോട്ടൽ, സോ 0.5 into 0.3 divided by 0.5 into 0.3 plus 0.25 into 0.4 plus 0.25 into 0.5. താഴെ തന്നെ എഴുതാം. അപ്പോൾ 0.5നെ നമുക്ക് 0.25 ആക്കിയാൽ 0.6 by 0.6 plus 0.4 plus 0.5 6 by 15 അഥവാ 6 by 15 അഥവാ 0.4 അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇത് എന്ത് ക്വസ്റ്റ്യൻ ആണ്? ബേയസ് തിയറത്തിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കാം. ഒരാൾ ഓഫീസിലേക്ക് പോകാൻ അയാൾ എന്താവാം, ഒന്നെങ്കിൽ ബൈക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർ ചൂസ് ചെയ്യാം. ബൈക്ക്, ബസ്, കാർ. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്ത് എന്ത് കിട്ടണം? 1 കിട്ടണം. കാരണം എന്താ, ഒന്നെങ്കിൽ അയാൾ ബൈക്കിൽ പോവുക, അല്ലെങ്കിൽ കാറിൽ, അല്ലെങ്കിൽ ബസ്സിലാകുമ്പോൾ ഉണ്ടാവും. മൂന്നിലും കൂടി ഒരുമിച്ച് അയാൾ പോകാൻ പോകുന്നില്ല.
ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് നടക്കുന്നത്. ഇനി ഇയാൾ ബസ്സിൽ പോയാൽ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ടാവും, കാറിൽ പോയാൽ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ടാവും, ബൈക്കിൽ പോയാൽ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ദ പ്രോബിലിറ്റി ദാറ്റ് ഹീസ് ലേറ്റ് എന്തായിരിക്കും? ടോട്ടൽ പ്രോബിലിറ്റി ദാറ്റ് ഹീസ് ലേറ്റ്. എങ്ങനെ? ബൈക്ക് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇൻറ്റു ബൈക്ക് ചൂസ് ചെയ്താൽ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി പ്ലസ് കാർ ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇൻറ്റു കാർ ചൂസ് ചെയ്താൽ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി പ്ലസ് ബസ് ചൂസ് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇൻറ്റു ഗിവൺ ദാറ്റ് ബസ്സാണ് ചൂസ് ചെയ്തതെങ്കിൽ ലേറ്റ് ആവാനുള്ള പ്രോബിലിറ്റി. ഓക്കെ, എന്നിട്ട് റിവേഴ്സ് പ്രോബിലിറ്റി ഞാൻ ചോദിച്ചതെന്ന് വിചാരിച്ചോ. ഗിവൺ ദാറ്റ് ഹി ഈസ് ലേറ്റ് വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഹി ചോസ് ബസ്? അപ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ ലേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റിയിൽ ബസ്സിൻ്റെ കോമ്പോണൻ്റ് എടുക്കുക, അത് ബൈ ടോട്ടൽ ലേറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഇതാണ് ബേസ് തിയറത്തിലെ ഐഡിയ. ഇത് അറിയണം, മെക്കാനിക്കലായി ചെയ്യാതെ ഇത് മനസ്സിലാക്കി ചെയ്യാം. ആൻസർ ഇസ് 0.4. അടുത്ത ക്വസ്റ്റ്യൻ. A sum of 280 rupees is to be used to award 4 prizes. If each prize after the first prize is 20 less than its preceding prize, value of the fourth prizes. Basically ഒരു AP ആണ്. കുറഞ്ഞു വരുന്ന AP. 4 ടേമുകളുണ്ട്. 4 ടേമിൻ്റെ സമ്മ് 280 ആണ്. കുറയുന്ന നമ്പർ എത്രയാണ്? 20 ആണ്. Then value of the fourth prizes. സിമ്പിൾ. എങ്ങനെയാണ് നമ്മൾ AP യൂഷ്വലി ഇങ്ങനെ എടുക്കാം കേട്ടോ. A-3D A-D കുറയാണല്ലോ അല്ലേ, കുറയണ പോലെ എടുത്താൽ മതി. A+3D D പോസിറ്റീവായിട്ട് എടുത്തോ. A+3D A+D A-D പിന്നെ A-3D. സമ്മ് 4 ആണ്. 4 എത്രയാണ് തന്നിരിക്കുന്നത്? സം ഓഫ് ഓൾ പ്രൈസസ് is 280. So A is 70. ഇനി എങ്ങനെ പറയണത്? ഒരു പ്രൈസിൽ നിന്ന് അടുത്ത പ്രൈസിലേക്ക് പോകുമ്പോൾ 20 കുറയാണ്. അപ്പോൾ 2D ആണ് 20. അപ്പോൾ D എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ നമ്മുടെ അതെത്ര? ആ പ്രൈസ് എത്രയായിരിക്കും? ലാസ്റ്റ് പ്രൈസ് 70 - 30 അഥവാ 40. അപ്പോൾ പ്രൈസുകൾ എങ്ങനെയാണ് അവർ കൊടുക്കണത്? 100, 80, 60 തെറ്റിയോ? 100 പിന്നെ 80, 60, 40. അപ്പോൾ 280 മൊത്തം. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദി ആൻസർ ഇസ് ബോക്സ് 40 ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്ക് തോന്നുന്നു ടൈമായി. ലെറ്റ്സ് കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഞാൻ പറഞ്ഞല്ലോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർ ഒരു മെസ്സേജ് അയയ്ക്കുക. ഇൻഡിവിജ്വൽ മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും റിപ്ലൈ കിട്ടിയെന്ന് വരില്ല, കാരണം ഞാനല്ല എൻ്റെ ഫോൺ മാനേജ് ചെയ്യുന്നത്. 9037351290 അയക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ഇൻഡിവിജ്വൽ മെസ്സേജിന് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. Okay, then see you in the next class.